ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. സോ ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത ചലഞ്ചസ് ആണ് നോക്കാൻ പോകുന്നത്. അടുത്ത നാലാമത്തെ ചലഞ്ചാണ് ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, പരസ്പരം ബന്ധിതമായി ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിൽ നമ്മൾ ചാർജറിൻ്റെ പ്ലഗ് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടാക്കിയത് ഒരു കമ്പനി ആയിരിക്കും, ചാർജറിൻ്റെ മാനുഫാക്ചറിങ് കമ്പനി ഡിഫറെൻ്റ് ആയിരിക്കും. അവർ പരസ്പരം ഇൻ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ, മീൻസ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ, അതാണ് ഇൻ്റർ ഓപ്പറബിലിറ്റി. ഏത് കമ്പനിയോ ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് സാധനമോ ആവട്ടെ, പരസ്പരം ഡേറ്റാസ് പാസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി നമുക്ക് എഴുതിയേക്കുന്നത് നോക്കാം. IoT devices and protocol come from various manufacturers leading to compatibility issues. എന്താ പറയുന്നത്, IoT ഡിവൈസസ്, ഇപ്പോൾ അതായത് IoT ബേസ് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസസും അതിൻ്റെ പ്രോട്ടോകോൾസും ഒക്കെ പല മാനുഫാക്ചേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സംഭവം എന്താ, ലീഡിങ് ടു കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കും. ഡിവൈസസ് നീഡ് ടു വർക്ക് അക്രോസ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. അതായത് പല ഡിവൈസസ് പല പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇൻ്റർ ഓപ്പറബിലിറ്റി റിക്വയർസ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഡെവലപ്പേഴ്സ് ആൻഡ് ഹാർഡ്വെയർ മാനുഫാക്ചേഴ്സ്. അതായത് നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഡെവലപ്പേഴ്സും അതുപോലെ അതിൻ്റെ ഹാർഡ്വെയറിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ മാനുഫാക്ചേഴ്സും തമ്മിൽ ഒരു കൊളാബറേഷൻ വേണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് സാധനങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ സെൻഡ് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ സ്മാർട്ട് തെർമോസ്റ്റാറ്റ് ഫ്രം വൺ ബ്രാൻഡ് മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ഹോം അസിസ്റ്റൻറ്റ് ഫ്രം അനദർ ബ്രാൻഡ്. നേരത്തെ ഞാൻ പറഞ്ഞ സ്വിച്ച് ബോർഡും പ്ലഗും ഇല്ലേ, അതുപോലൊരു എക്സാമ്പിളാണ്. അതായത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയ തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യണം, വേറൊരു ബ്രാൻഡ് ഉണ്ടാക്കിയ ഹോം അസിസ്റ്റൻറ്റുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, അത് ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇൻ്റർ ഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ IoT ഡിവൈസസ് പലതുണ്ട്, പല ഡിവൈസസും പല ബ്രാൻഡിൻ്റെയാണ് അല്ലെങ്കിൽ പല കമ്പനീസിൻ്റെയാണ്. അപ്പോൾ ഇത് പരസ്പരം എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും ചില കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർ ഓപ്പറബിലിറ്റിക്ക് നമ്മുടെ മാനുഫാക്ചേഴ്സ്, അതായത് ഈ ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സും ഹാർഡ്വെയർ മാനുഫാക്ചേഴ്സും തമ്മിലൊരു കൊളാബറേഷൻ വേണം. ഓക്കെ, ഇനി സെക്യൂരിറ്റി എളുപ്പമാണ്. IoT devices are often connected to each other and the internet, creating a vast attack surface. അതായത് നമ്മുടെ IoT ഡിവൈസസ് എല്ലാം എന്താണ്, ഇൻ്റർനെറ്റുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം കുറച്ച് അറ്റാക്കൊക്കെ വരാനായിട്ട് കുറച്ച് സാധ്യതകളുണ്ട്. ഡിവൈസ് വൾനറബിലിറ്റി ആർ ഓൾസോ ബൈ വീക്ക് പാസ്വേഡ്. അതുപോലെ നമ്മുടെ ഡിവൈസസ് അറ്റാക്ക് ആവാൻ എങ്ങനെയാണ് സാധ്യത, നമ്മുടെ പാസ്വേഡ് സ്ട്രോങ് അല്ലാതിരിക്കുക, ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആൻഡ് പ്യുവർ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ. അതെന്ന് വെച്ചാൽ പുതിയ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാതിരിക്കുക, സെക്യൂരിറ്റി കോൺഫിഗറേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, മേക്കിംഗ് ദം ഈസി ടു ടാർഗറ്റ് ഫോർ ഹാക്കേഴ്സ്. അങ്ങനെ ഹാക്കേഴ്സ് വന്ന് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെക്യൂരിറ്റിയെ പറ്റി നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ വേർഡ്സ് എഴുതാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് ഓൺ വേർഡ്സിൽ നിങ്ങൾ ആലോചിച്ച് എഴുതിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി പ്രൈവസി എന്ന് പറയുമ്പോഴത്തേനും ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. IoT ഡിവൈസസ് കളക്ട് പേഴ്സണൽ ഡേറ്റ സച്ച് ആസ് നെയിം, അഡ്രസ് ആൻഡ് ലൊക്കേഷൻ ഇൻഫർമേഷൻ. അല്ലേ, നമ്മൾ പല ഡിവൈസസ് ആക്സസ് ചെയ്യുന്ന സമയത്തും കുറേ പെർമിഷൻ ഗ്രാൻഡ്സ് ഒക്കെ ചോദിക്കും അല്ലേ. നമ്മൾ പെർമിഷനൊക്കെ ഗ്രാൻഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര്, പിന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാക്കി. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് അലോ പറഞ്ഞ് കൊടുക്കുന്നത്. IoT ഡിവൈസസ് ട്രാക്ക് യൂസർ ബിഹേവിയർ ഇൻക്ലൂഡിങ് ഹാബിറ്റ്സ് ആൻഡ് പ്രിഫറൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അല്ലേ, നമ്മുടെ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് എന്താ സെർച്ച് ചെയ്യുന്നത്, നമ്മുടെ ഹാബിറ്റ്സ് എന്താണെന്നൊക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാം, നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയാലും യൂട്യൂബ് ആയാലും നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങളുടെ ഹാബിറ്റ്സ് എന്താണെന്ന് മനസ്സിലാവും. അതനുസരിച്ചായിരിക്കും നമുക്ക് റെക്കമെൻഡേഷൻ വരുന്നത്. അത് തന്നെയാണ് പറയുന്നത്, IoT ഡിവൈസ് എന്ത് ചെയ്യും, നമ്മുടെ യൂസറിൻ്റെ ബിഹേവിയർ ട്രാക്ക് ചെയ്യും. യൂസറിൻ്റെ ഹാബിറ്റ്, പ്രിഫറൻസ്, ആക്ടിവിറ്റീസ്, അതനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് അവരെന്താണെന്ന് മനസ്സിലാക്കും. IoT devices often transmit data with proper encryption or സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ്. അതുപോലെ നമ്മുടെ ഡേറ്റാസ് എൻക്രിപ്ഷനൊന്നും ഇല്ലാണ്ടേ ആയിരിക്കും തരുന്നത്. അതുപോലെ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് ഒന്നും വയ്ക്കത്തില്ല. സോ നമ്മൾ അയക്കുന്ന ഡേറ്റാസ് മൂന്നാമതൊരാളെ ആക്സസ് ചെയ്യാനും നമ്മുടെ പ്രൈവസീനെ വരെ ബാധിക്കും. എൻക്രിപ്ഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ABC എന്ന് പറയുന്നൊരു മെസ്സേജ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് അയക്കുമ്പോഴത്തേനും ഈ പാസേജ് മീൻസ് ഇപ്പം ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡിലോട്ട് ഞാൻ ABC എന്ന് പറയുന്ന മെസ്സേജ് അയക്കുക. അപ്പോൾ ABC ഇവിടെ നിന്ന് അയക്കുമ്പം എൻക്രിപ്റ്റ് ചെയ്ത് പോകും. എൻക്രിപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ 0101 എന്നിട്ട് ഇവിടെ എത്തുമ്പോഴേ അത് ഡീക്രിപ്റ്റ് ചെയ്ത് വീണ്ടും ABC ആവത്തുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് വേറെ ആരും അത് വന്ന് ആക്സസ് ചെയ്യത്തില്ല. പക്ഷേ IoT ചില സമയം ഈ ഡേറ്റ എൻക്രിപ്ഷനൊന്നും ഇല്ലാണ്ടെയാണ് അയക്കുന്നത്. അപ്പോൾ വേറെ ആളുകൾ വന്ന് ആക്സസ് ചെയ്യാനും നമ്മുടെ പ്രൈവസീനെയും ബാധിക്കും. IoT data is often stored in centralized locations such as cloud server,
മേക്കിംഗ് ഇറ്റ് വൾണറബിൾ ടു ദ ഡേറ്റ ബ്രീച്ചസ്. എന്താ പറയുന്നത്, നമ്മൾ ഈ ചില നേരം ഈ IoT ഡിവൈസസ് ഡേറ്റാസൊക്കെ ക്ലൗഡ് സെർവറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതൊരു സെൻട്രലൈസ്ഡ് സെർവറാണ്. മീൻസ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഒരു ഹാക്കേഴ്സിനൊക്കെ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് എന്താ വൾണറബിൾ ആണ്. അതുപോലെ ഡേറ്റ തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ പ്രൈവസി എന്താണെന്ന് ക്ലിയർ ആയാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ബിഗ് ഡേറ്റ ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, വാസ്റ്റ് കളക്ഷൻ ഓഫ് ഡേറ്റാനെയാണ്. നമ്മുടെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അങ്ങനെ ഒരുപാട്, അതിലേക്കൊക്കെ ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ ഉണ്ട്. അതിനെയാണ് ബിഗ് ഡേറ്റാസ് എന്ന് പറയുന്നത്. IoT ഡിവൈസസ് ജനറേറ്റ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ. IoT ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഒരുപാട് ഡേറ്റാസ് ജനറേറ്റ് ചെയ്യുന്നു, വിച്ച് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു മാനേജ്. ഇപ്പം സ്വാഭാവികമാണ്, ഡേറ്റയുടെ ലെങ്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ എമൗണ്ട് കൂടുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. So, IoT devices generate vast amount of data which can be difficult to manage, process and analyze in real time. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. IoT ഡിവൈസസ് എന്താണ്, ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് ഡേറ്റയുടെ എമൗണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാനേജ് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ റിയൽ ടൈമിൽ അനലൈസ് ചെയ്യാനോ പറ്റത്തില്ല. IoT data comes in various format structures and quality. എന്താണ്, IoT ഡേറ്റ ഒറ്റ ഫോർമാറ്റിലായിരിക്കത്തില്ല, പല ഫോർമാറ്റിലും പല സ്ട്രക്ചേഴ്സിലും പല ക്വാളിറ്റിയിലും വരും. മേക്കിംഗ് ഇറ്റ് ചലഞ്ചസ് ടു ഇൻറ്റഗ്രേറ്റ് ആൻഡ് പ്രോസസ് ആൻഡ് അനലൈസ്. അതിനെ ഒന്നിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതാണ് ബിഗ് ഡേറ്റ ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ചലഞ്ചസ് ഓഫ് IoT. ഭയങ്കര എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ മതി. അപ്പോൾ സ്കെയിലബിലിറ്റി എന്താണെന്ന് നോക്കി, സെക്യൂരിറ്റി നോക്കി, പ്രൈവസി നോക്കി, ബിഗ് ഡേറ്റ നോക്കി, ഇൻ്ററോപ്പറബിലിറ്റി, മൊബിലിറ്റി, റിലയബിലിറ്റി. സോ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ചലഞ്ചേഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.